ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നീറ്റ് എക്സാം റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് റദ്ദാക്കി എന്നുള്ളൊരു കാര്യം, അതിനുശേഷം ഇനി എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം, പിന്നെ ഇപ്പം ഇതിൻ്റെ പേരിൽ കുറേയധികം പ്രൊട്ടസ്റ്റ് സ്റ്റുഡൻസ് നടത്തുന്നുണ്ട്, എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ഹൈപ്പും കൂടെ ചെയ്യുക, എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. സോ അപ്പം വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നീറ്റ് എക്സാം ഉണ്ടെങ്കിൽ മെയ് 4 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. UG നീറ്റ് എക്സാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേ കണക്ക് രാജസ്ഥാൻ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോട് സിമിലറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേപ്പറൊക്കെ ചോർന്നതായിട്ട് ആൾക്കാരെ കിട്ടിയതായിട്ട് ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പോലീസ് അന്വേഷിക്കുകയും ഏകദേശം ഒരു സാമ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയത് ഇത് ലീക്കായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഏകദേശം മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം അന്വേഷണം നടക്കുമ്പം കുറേയധികം പേര് പറയുന്നൊരു കാര്യം, കേരളത്തിലും ഇതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇത് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ NTA എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇത് അറിയോ എന്നറിയത്തില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഇവരാണ് ഇതുപോലുള്ള എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവരുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നു. ഗവൺമെൻറ് ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഇപ്പം നടത്തിയ ഒരു എക്സാം ഉണ്ടെങ്കിൽ റദ്ദ് ചെയ്യാം എന്നുള്ള രീതിയിൽ, എന്നിട്ട് എക്സാം നടത്താം എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് എന്ത് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഈ ഒരു എക്സാം പേപ്പറൊക്കെ ലീക്കായി എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നടന്ന ഈ ഒരു നീറ്റ് എക്സാം 2026 നടന്ന ഒരു എക്സാം എന്നുണ്ടെങ്കിൽ പിന്നെയും ഒന്നും കൂടി നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം കുറേയധികം പ്രൊട്ടസ്റ്റും കാര്യങ്ങളും സ്റ്റുഡൻസ് തന്നെ നടത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡൽഹിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസ് തന്നെ മുമ്പോട്ട് വന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രൊട്ടസ്റ്റ് നടത്തിയേക്കുവാണ്. അത് മെയിനായിട്ട് ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTAക്കെതിരെയാണ് വന്നേക്കുന്നത്. കാരണം ഇതിനു മുമ്പും കുറേ പ്രാവശ്യം ഇതേ കണക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്കെതിരെയൊക്കെ പ്രൊട്ടസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ ഇത് നടത്താൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് നടത്തുന്നത് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ സ്റ്റുഡൻസ് വരെ പ്രൊട്ടസ്റ്റിനായിട്ട് മുമ്പോട്ട് വന്നേക്കുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ഈ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ തന്നെ അവർ നടത്തുന്നുണ്ട്. കുറേയധികം സ്റ്റുഡൻസ് എല്ലാവരും വന്നിരുന്നിട്ട് പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ വെച്ചാണ് അവിടെ ഇരിക്കുന്നത്. മറ്റു ചിലരാണെങ്കിൽ കുറച്ചും കൂടെ മുമ്പിലോട്ട്, അതായത് ഇവർ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളപ്പം പറയാം. മെയിനായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പം ഈ പ്രൊട്ടസ്റ്റിനിടയിൽ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു നീറ്റ് എക്സാമിൻ്റെയൊക്കെ കാര്യം വരുമ്പോഴത്തേന് ഇതിനു വേണ്ടി വർഷങ്ങളോളം കുത്തിയിരുന്ന് പഠിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇവരുണ്ടെങ്കിൽ അത്രമാത്രം മെൻ്റൽ പ്രഷറൊക്കെയാണ് അനുഭവിക്കുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള രീതിയിലൂടെ കടന്നു പോയതിന് ശേഷം എക്സാം എഴുതുന്നു, അതിന് ശേഷം അതിൽ നിന്ന് റിലീഫ് ആവാം എന്നുള്ളതാണ് സ്റ്റുഡൻസ് ഉള്ളത്. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേ കണക്ക് ഒന്നും കൂടി വരുവാണ്, എഴുതണം എന്നുള്ള രീതി പറയുമ്പോഴത്തേന് ഈ ഒരു സ്റ്റുഡൻസ് പറയുന്നൊരു കാര്യം, ഇതിൽ ഒന്നും കൂടി എഴുതണമെന്ന് പറഞ്ഞാൽ അത്രമാത്രം മെൻ്റൽ പ്രഷർ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഇനിയും അതിനെ കൂടെ കടന്നു പോകുമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റി ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവർ കാരണം ഉണ്ടെങ്കിൽ ഇത് കുട്ടികളാണ് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ ഏൽപ്പിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ട, അല്ല ഞങ്ങളെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി കുറേയധികം വർഷങ്ങളോളം ട്രൈ ചെയ്ത് സമയമൊക്കെ എടുത്തിട്ടാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഒന്നും കൂടി എക്സാം എഴുതണമെന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു.
മറ്റ് ചിലരുണ്ടെങ്കിൽ ഓക്കെ റീ എക്സാം നടത്തുന്നതിന് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മെജോറിറ്റി സ്റ്റുഡൻസ് ഇതൊന്നും കൂടി എഴുതണം എന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നതാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായത്. കാരണം അത്രയും സമയമുണ്ട് ഇതിനു വേണ്ടി പിന്നെയും ഇരിക്കണം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേന് ബാക്കിയുള്ള സ്റ്റുഡൻസ് റീ എക്സാം നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇവരാണല്ലോ എക്സാമൊക്കെ നടത്തുന്നത്, ഇവരിനി നടത്തരുത്. കാരണം ഇതുപോലെ കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്കിത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നടത്താൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് വേറെ സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നത്. പിന്നെ മറ്റ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേന് പറയുന്നൊരു കാര്യം, ഇതിന് കറക്റ്റായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതായത് ഇതാരാണോ ചെയ്തത് അവരെ കണ്ടുപിടിച്ച് അവർക്ക് കറക്റ്റായിട്ടുള്ള എന്താണോ കിട്ടാനുള്ള ശിക്ഷ അത് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റുഡൻസ് പറയുന്നത്. CBIക്ക് ഈ ഒരു കാര്യം അന്വേഷിക്കാൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും പറയുന്നത് ഇതുപോലെ പല പ്രാവശ്യം NDAക്ക് ഇതൊന്നും നടത്താനുള്ള പ്രാപ്തിയില്ല, അതുകൊണ്ട് തന്നെ ഇവരിത് നടത്തരുത്, വേറെ ആൾക്കാരിത് ചെയ്യണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. മറ്റ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം നീറ്റ് എക്സാം ആയിട്ടൊന്നും വേണ്ട, ഇത് ഇങ്ങനത്തെ എക്സാമേ വേണ്ട എന്നുള്ള രീതിയിൽ മറ്റ് ചിലർ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാം ഇനി നീറ്റ് UG എക്സാം ഉണ്ടെങ്കിൽ എന്ന് നടത്തും എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്നതാണ്. പുറത്ത് വിടുന്നതിന് ശേഷം വന്നതിന് ശേഷം നിങ്ങൾ അവർ നേരത്തെ തീരുമാനിച്ച പോലെ പോയി എഴുതുക സ്റ്റുഡൻസ് എന്നുള്ളതാണ്. പിന്നെ രജിസ്ട്രേഷൻ ഫീയോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഇനി പേ ചെയ്യേണ്ട, ഒന്നും കൂടെ പേ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. കുറേയധികം പേർക്ക് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും ഇത് കണക്ക് ഫീസൊക്കെ പേ ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ അതോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ പോയി എഴുതാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഡേറ്റ് ഇനി കുറച്ച് അവർ ഉടനെ തന്നെ ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഇതുപോലെ നടക്കാതെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും, അതിന് വേണ്ടി എല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞങ്ങളോട് ഒന്ന് സഹകരിക്കുക എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ്റും ഒക്കെ പറയുന്നത്. മറ്റേ ഇവരും പറയുന്നൊരു കാര്യം അത് തന്നെയാണ്, ഞങ്ങൾ മാക്സിമം ഇനി അത് നടക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേന് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് മുമ്പ് ഇത് കണക്കുള്ള കുറേയധികം കാര്യങ്ങൾ ഈ NDA എന്ന് പറഞ്ഞ ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങളും ചെയ്യുന്നില്ല, ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ചോർന്നു പോകുന്നു എന്നുള്ള രീതിയിൽ കുറേയധികം ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് കാരണം സ്റ്റുഡൻസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നീതി വേണം എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് കണക്ക് എല്ലാം ഇനി ഇത് കണക്ക് നടക്കില്ല, ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും പറഞ്ഞു വിട്ടതാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഇത് കണക്കുണ്ടെങ്കിൽ പറയുമ്പോഴത്തേന് പിന്നെയും പറയുമ്പം സ്റ്റുഡൻസിന് അത് വിശ്വാസം വരുന്നില്ല. ഇനി ഒന്നും കൂടെ ഈ ഒരു പ്രഷറിലൂടെ കടന്നു പോകണമെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി എന്തുമാത്രം സമയം അവരെടുത്താണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്, അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നും കൂടി എക്സാം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ എക്സാം എഴുതേണ്ടി വരും. അത് നിങ്ങൾക്ക് നല്ലോണം എഴുതാൻ പറ്റട്ടെ, നിങ്ങൾ വിചാരിച്ച കണക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ, ഇനി ഇത് കണക്ക് പേപ്പറൊന്നും ചോരാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.